വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി. രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കുകയാണ് ഉദ്യോഗസ്ഥർ. ഫോറസ്റ്റ് രാജാണ് പല സ്ഥലങ്ങളിലും ഇവർ നടപ്പാക്കുന്നത്. KU ജനീഷ് കുമാർ MLA-ക്ക് പൂർണ്ണ പിന്തുണയെന്നും ജോസ് കെ മാണി MP 24-നോട് പറഞ്ഞു. ഒരു പരിധിവരെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. നമ്മൾ കാണുന്ന രാജാവിനേക്കാൾ വലിയ രാജഭക്തിയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക്. എന്താണ് ഇവർ ചെയ്യുന്നത്? ഒന്ന്, മൂന്നാം പറ. രണ്ട്, ഒരു ഫോറസ്റ്റേഴ്സ് രാജ് നടത്തുകയാണ് അവര്. ഇത് ജനീഷ് കുമാർ എന്നുള്ളതിന്റെ വിഷയമല്ല, ഒരു ജനപ്രതിനിധിക്ക് അവകാശമുണ്ട്. മാത്രമല്ല, എന്താണ് ഈ പ്രതിക്കെതിരെയുള്ള കേസ് ചോദിക്കാൻ മറുപടിയില്ലല്ലോ. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ടോബി, ജോസ് കെ മാണിക്ക് തുടർച്ചയായി വനം വകുപ്പിനെ വിമർശിക്കേണ്ടി വരുന്നു, വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിമർശിക്കേണ്ടി വരുന്നു. അദ്ദേഹത്തിന്റെ കേരള കോൺഗ്രസിന്റെ ഒരു ബെൽറ്റിലൊക്കെയാണ് വലിയ വിമർശനം നാട്ടുകാർ വനം വകുപ്പിനെതിരെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ രാഷ്ട്രീയമായി കൂടി ഈ നിലപാട് സ്വീകരിക്കാനേ ജോസ് കെ മാണിക്ക് കഴിയൂ. കടുത്ത നടപടികളൊക്കെ വേണം എന്ന് പാർട്ടി നേതൃത്വത്തിൽ ഒരു വിഭാഗം ജോസ് കെ മാണിയോട് ആവശ്യപ്പെടുന്നുവെന്നും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്താണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്? വിജയകുമാർ, തീർച്ചയായിട്ടും കേരള കോൺഗ്രസിന്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഈ കർഷകർ തന്നെയാണ്. കർഷകരുടെ കാർഷിക മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അത് നേരിട്ട് തന്നെ കേരള കോൺഗ്രസിനെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വന്യജീവി പ്രശ്നത്തിൽ കടുത്ത നിലപാടിലേക്ക് കേരള കോൺഗ്രസ് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജനീഷ് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ നിലപാട്, കേരള കോൺഗ്രസിന്റെ നിലപാട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന വനപാലകരെ അതിരൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്. അവരുടെ നിലപാടുകൾ ശരിയല്ല, പോലീസ് രാജ് നടപ്പാക്കുന്ന രീതിയിലാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ചും പോലീസ് സ്വീകരിക്കേണ്ട ചില നിയമ നടപടികളുണ്ട്, അതുപോലും ഈ വനപാലകർ വന്ന് സ്വീകരിക്കുകയാണ്. അങ്ങനെ കടന്നു കയറിയുള്ള ചില നിലപാടുകൾ ഈ വനപാലകർ സ്വീകരിക്കുന്നു. അവരുടെ നിലപാട് ശരിയല്ല. ഈ വിഷയത്തിൽ തന്നെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് എന്ന് തന്നെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ എടുത്തു ചോദിച്ച മറ്റൊരു കാര്യം, സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇതിൻ്റെ അകത്ത് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുമോ, പ്രത്യേകിച്ചും വനമന്ത്രിയുമായിട്ട് ചർച്ച നടത്തിയോ എന്ന കാര്യം നമ്മൾ ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം കാര്യമായിട്ടുള്ള മറുപടി, അതായത് സർക്കാരിന്റെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് കേന്ദ്രത്തിൽ കർശനമായിട്ട് ഈ കാര്യം ഉന്നയിക്കാൻ വേണ്ടിയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള നിലപാടുകൾ ഈ വിഷയത്തിൽ കേരള കോൺഗ്രസിന് കണ്ണടച്ച് നിൽക്കാനോ അല്ലെങ്കിൽ മാറി നിൽക്കാനോ സാധിക്കില്ല. വിഷയം രൂക്ഷമാവുകയാണെങ്കിൽ ശക്തമായിട്ടുള്ള നിലപാടുകൾ കേരള കോൺഗ്രസിന് സ്വീകരിക്കേണ്ടി വരും. അതിന്റെ ഒരു ആദ്യഘട്ടം എന്ന നിലയിലാണ് രൂക്ഷ വിമർശനം വനപാലകർക്കെതിരെ ജോസ് കെ മാണി നടത്തിയിരിക്കുന്നത്. വിജയകുമാർ. യെസ്, ടോബി ജോൺസൺ വിവരങ്ങൾ നൽകിയത് കോട്ടയത്തു നിന്ന്. എന്തായാലും പാർട്ടിക്കകത്തു നിന്നുകൂടി ഈ വിഷയത്തിൽ ജോസ് കെ മാണിക്ക് മേൽ സമ്മർദ്ദമുണ്ട്. വനം വകുപ്പ് അവരുടെ ഉദ്യോഗസ്ഥർ ഈ കാർഷിക മേഖലയിൽ കർഷകരെ ദ്രോഹിക്കുന്നു എന്ന ആരോപണം UDF ശക്തമായി ഉയർത്തിക്കൊണ്ട് വരുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കും LDFിൻ്റെ ഭാഗമായ കേരള കോൺഗ്രസ് എന്ന ചോദ്യം ശക്തമാണ്. അതുകൊണ്ടായിരിക്കാം കുറെ കൂടി കടുത്ത ഭാഷയിൽ ഫോറസ്റ്റ് രാജ് എന്ന വാക്കൊക്കെ അദ്ദേഹം പ്രതികരണത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്തായിരിക്കും ഈ വിഷയത്തിൽ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ തുടർ നീക്കങ്ങൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്.